നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. പക്ഷെ തനിയെ ഒരു ജംഗ്ഷനുകളിലോ വാഹനങ്ങൾ ഒരുപാടുള്ളിടത്തോ ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ക്ലാസ് നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? പത്തനംതിട്ട. നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ? കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഇന്ന് പത്തനംതിട്ട ടൗണിൽ കൂടെ ഒക്കെ വാഹനം ഓടിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾക്കും ഇതുപോലെ വാഹനങ്ങളുള്ളവർ ജംഗ്ഷനുകളിലെ വാഹനങ്ങൾ ഒരുപാട് കാണുന്ന സമയത്ത് പേടിയും വെപ്രാളമാണ്. എന്താണ് ക്ലച്ച് ആണോ ചവിട്ടേണ്ട, ഗിയർ മാറണോ, സ്റ്റിയറിംഗ് തിരിക്കണോ, ഒരു കൺഫ്യൂഷൻ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനോട് ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തിട്ട് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം മാധ്യമ പ്രാക്ടീസ്. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിലും നിങ്ങൾ കേരളത്തിന്റെ അങ്ങേ അറ്റമായ കാസർഗോഡ് മുതൽ ഈ അറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക.